നാഥനു മുൻപിൽ ജീവിതം സമർപ്പിച്ച വൈദികരുടെ സ്നേഹാനുഭവങ്ങൾ. ഇരിട്ടിക്കടുത്ത് വട്ടിയറയിലെ അനുഗ്രഹ ആശ്രമത്തിൽ സേവനം ചെയ്യുന്ന ഫാദർ ക്ലിന്റ് വെട്ടിക്കുഴിയിൽ MCBS തൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ പേര് ക്ലിൻറ്റ് എന്നാണ്. ഞാൻ MCBS സഭയിൽപ്പെടുന്ന ഒരച്ഛനാണ്. എൻ്റെ വീട് തലശ്ശേരി അതിരൂപതയിൽ ദീപഗിരി എന്ന് പറയുന്ന ഇടവകയിലാണ്. അതൊക്കെ ഇതിൻ്റെ ജസ്റ്റ് ക്ലോസ് ബൈ ആണ്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ ചാപ്പലിൻ്റെ ഏതാണ്ട് അടുത്താണ്. എൻ്റെ വീടിനെ കുറിച്ചൊക്കെ പറയുമ്പം, വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്. വീട്ടിൽ മമ്മി, പപ്പ, അതുപോലെ എൻ്റെ 2 സഹോദരിമാർ സിസ്റ്റേഴ്സാണ്. ഒരാൾ സിസ്റ്റർ ആൻസിൽ FCC കോൺഗ്രിഗേഷനാണ്, താമരശ്ശേരി പ്രൊവിൻസ്. അതുപോലെ വേറെ ആൾ സിസ്റ്റർ സുമിയാണ്. സിസ്റ്റർ സുമി സലേഷ്യൻ കോൺഗ്രിഗേഷൻ അംഗമാണ്. പിന്നെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ സോണി. ചേട്ടൻ കല്യാണമൊക്കെ കഴിഞ്ഞു. നെല്ലിക്കാമ്പൽ ഇടവകയിൽ ലിജിയ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് എൻ്റെ ചേച്ചി. അപ്പോൾ അങ്ങനെ ആണ് എൻ്റെ കുടുംബം. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ ചാപ്പലൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയമാണ്. ഒരുപാട് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഈ ചാപ്പൽ എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളുടെ നോഷിറ്റ് ഹൗസിലെ ചാപ്പലാണ്. അപ്പം ഈ നോഷിറ്റ് ഹൗസിലെ ഫോർമേഷനൊക്കെ ഇച്ചിരി കട്ടിയാണ്. അങ്ങനെ കഠിനമായിട്ടുള്ള വെട്ടിയൊരുക്കലുകൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടൊക്കെ വരുമ്പം ഇവിടെ ഇരുന്നിങ്ങനെ വന്ന് ചിലപ്പം ജീവിതത്തിൽ ഈ ദൈവവിളിയൊക്കെ വേണോ, ഇത് മുന്നോട്ട് പോകണോ, ഇനി മുന്നോട്ട് പോയിട്ട് എന്നാ കാര്യം, അച്ഛനാകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുകയും പലപ്പോഴും ഇവിടെ അങ്ങനെ തീരുമാനമെടുത്ത് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പം വീണ്ടും രണ്ടാം ദിവസം എന്ന് പറഞ്ഞ് അങ്ങനെ പോയ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്കങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള സമയത്തൊന്നും എനിക്കങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹമോ, ചെറുപ്പത്തിലൊരു ദൈവവിളി അച്ഛനാകണം എന്നൊരു ആഗ്രഹമോ ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഇപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ ദൈവവിളിയിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് എൻ്റെ വല്യമ്മയാണ്. വല്യമ്മ, അതുപോലെ അമ്മ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി വലിയ ഭക്തിയോ വലിയ അങ്ങനെയുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ വല്യമ്മ വലിയ ഭക്തിയായിരുന്നു. അമ്മയെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത്, മമ്മി ഇങ്ങനെ ചെറുപ്പത്തിൽ വീട്ടിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളപ്പോഴും മമ്മി ഇങ്ങനെ തുണി മാറി പള്ളിയിലേക്ക്, താമസമാണേലും ഓടി പള്ളിയിലേക്ക് പോകുന്നൊരു കാഴ്ച. അപ്പോൾ ഈ പള്ളിയിലേക്ക് എന്തിനാണ് പോകുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും വളരെ ചെറുപ്പത്തിൽ മമ്മി ഇങ്ങനെ പള്ളിയിൽ പോകുന്നൊരു കാഴ്ച എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. മമ്മി ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് വരുന്നതും തിരക്കിട്ട് വന്നിട്ട് പശുവിനെ കഴിച്ച് വെള്ളം കൊടുക്കാനൊക്കെ പോകുന്നതും, അല്ലെങ്കിൽ ഞങ്ങളെ സ്കൂളിലേക്ക് പോയി ഇത്രയും തിരക്കിനിടയിൽ എന്തിനാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുന്നോട്ട് വന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ ഒരു സലേഷൻ എന്ന് പറയുന്ന സഭയിൽ ക്യാമ്പിന് പോയി. അവിടെ പോയി ക്യാമ്പിൽ പങ്കെടുത്ത് അങ്ങനെ അവിടുന്ന് സെലക്ഷൻ കിട്ടാതെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ സെലക്ഷൻ കിട്ടാതെ പിന്നെ ഞാൻ സെമിനാരിൽ പോകുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചൊരു സമയം എൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ എൻ്റെ വല്യമ്മയെ സംബന്ധിച്ച്, വല്യമ്മ പൗരോഹിത്യത്തെ ഏറെ ബഹുമാനിക്കുന്ന, പരിശുദ്ധ കുർബാന ഒരുപാട് സ്നേഹിക്കുന്ന, പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ വല്യമ്മയുടെ ഒരു ചങ്ക് പോലെ കാണുന്നൊരു വ്യക്തിയാണ് വല്യമ്മ. വല്യമ്മ ഈ ചാപ്പലിലാണ് പള്ളി വരുന്നത്. എൻ്റെ വീടും ഒക്കെ, അമ്മ വീടൊക്കെ ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ നല്ല ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, വല്യമ്മ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വലിയ കുന്ന് കയറി ഇങ്ങനെ പോകുമ്പം വല്യമ്മയുടെ കയ്യിൽ ഒരു കൈ ജപമാലയുണ്ട്. അപ്പം വല്യമ്മ അപ്പുറത്തെ കൈ വലിയ കല്ലെടുക്കും, ഇപ്പുറത്തെ കൈ ഞാനും. അപ്പം വല്യമ്മ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വല്യമ്മ എന്നോട് പറയും, നമുക്ക് നന്മ പറഞ്ഞ ചെല്ലാം. അപ്പോൾ എനിക്കിത് പ്രാർത്ഥനയൊന്നും അറിയത്തില്ല. അപ്പം വല്യമ്മ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെല്ലും. വല്യമ്മ ഇങ്ങനെ കുറേ വലിയ മല കയറി മുകളിലെത്തുമ്പം എൻ്റെ വീട്ടിലോട്ട് നടന്നു പോകുന്ന വഴിയാണ് ഞാനീ പറയുന്നത്. വല്യമ്മ എന്നോട് പറയും, ഇത് നീ അച്ഛനാകാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞാൻ പറയും, വല്യമ്മ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കല്ല് പലപ്പോഴും ഈ വല്യമ്മയുടെ കയ്യിൽ നിന്ന് ഈ കല്ലെടുത്ത് താഴേക്ക് എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് എന്തോ അച്ഛനാകാൻ പോകണം അങ്ങനെ ഒരു വലിയൊരു അഭിനിവേശത്തിൻ്റെ പുറത്തോ അല്ല അങ്ങനെ ഒരു വലിയ ചിന്തയൊന്നും എൻ്റെ ഉള്ളിൽ അങ്ങനെ തീക്ഷ്ണമായിട്ട് എനിക്കുണ്ടായിട്ടില്ല. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ, പക്ഷെ വല്യമ്മയ്ക്ക് എൻ്റെ ഈ ഒരു വൈദികനാകുന്നത് കവിഞ്ഞ് വല്യമ്മയ്ക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വല്യമ്മ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സലേഷ്യൽ ക്യാമ്പിനൊക്കെ പോയിട്ട് ഞാൻ മടങ്ങി തിരിച്ചിവിടെ വരുമ്പം വല്യമ്മ എന്നോട് പറഞ്ഞു, ഏതായാലും ക്ലിൻ്റെ നീ അവിടെ പോയിട്ട് കിട്ടാത്തതുകൊണ്ടാണെങ്കിൽ നീ സെമിനാരിൽ പോകാൻ പറഞ്ഞു. സെമിനാരിൽ പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സെമിനാരിൽ ഇവിടെ ഈ നോഷിറ്റ് ഹൗസിൽ ഇവിടെ പണ്ടൊരു ഞങ്ങളുടെ സഭയിലെ തന്നെ ഏറ്റവും പ്രായമായ ജോസഫ് കടുകമാക്കൽ എന്ന് പറയുന്നൊരു അച്ഛനുണ്ട്, പ്രായമായൊരു അച്ഛൻ. പക്ഷെ അപ്പം വല്യമ്മ എന്നീ കാര്യം ഈ അച്ഛനോട് പറഞ്ഞു. അപ്പം ഞാനിവിടെ കുർബാന, വല്യമ്മ രാവിലെ എഴുന്നേപ്പിച്ച് എന്നെ കുർബാനയ്ക്ക് കൊണ്ടുവരും. അപ്പോൾ കുർബാനയ്ക്ക് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനെ നീ ഏതായാലും ഒന്ന് കണ്ടോളാൻ പറയും. ഞാൻ ഈ അച്ഛനെടുത്ത് ചെല്ലുമ്പോൾ ഈ പ്രായമായി 85 വയസ്സുള്ള അച്ഛൻ
എഴുന്നേറ്റ് നിന്ന് എന്നെ ഇങ്ങനെ കൈ കൂപ്പി കാണിക്കണം. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം, അച്ഛൻ എന്തിനാണ് എൻ്റെ മുന്നേ കൈ കൂപ്പുന്നത്? ഞാൻ 10ാം ക്ലാസ് ജയിക്കുമോ തോക്കുമോ എന്ന് അറിയത്തില്ലാതെ ഞാനിങ്ങനെ നിൽക്കുമ്പം അച്ഛൻ എൻ്റെ മുന്നേ കൈ കൂപ്പാൻ ഞാൻ ആരാ? ഇതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ പരിയാരത്തേക്ക് കത്ത് തരാം, പരിയാരം MCBS സെമിനാറിലേക്ക് കത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ MCBS സെമിനാറിലേക്ക് ഞാൻ പിന്നെ ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ MCBS വന്നു. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കും ഞാനങ്ങനെ വലിയൊരു ഭക്തനാണ്, വലിയ ഭക്തി പ്രാർത്ഥിക്കുന്ന ഒരാൾ, അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ. ഇപ്പോൾ ചിലരൊക്കെ പറയും ഞാനിങ്ങനെ ചെറുപ്പത്തിലേ ദൈവവിളിയെക്കുറിച്ച് എനിക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ദൈവനെ ഇഷ്ടപ്പെട്ടു, പ്രീതി, ഭയങ്കര സ്നേഹം. അങ്ങനെ എനിക്കെൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയാൻ തോന്നുന്നൊരു കാര്യം, ഈ കാന്തത്തെ ഒരു ഇരുമ്പ് ആകർഷിക്കുന്നത് പോലെ പലപ്പോഴും പോകണമെന്ന് തോന്നുമ്പോഴും പോകാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ഏതോ ഒരു ശക്തി എന്നെ വലിച്ചുകൊണ്ട് പോകുന്നൊരു അനുഭവം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ആ ശക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഞാനിങ്ങനെ ബൊക്കയൊക്കെ ഉണ്ടാക്കുമായിരുന്നു, ചെറിയ ബൊക്കയൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ആരാധനയുടെ കാര്യം ഞാൻ വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞാൽ ആരാധനയൊക്കെ ഏറ്റവും സോളമായിട്ട് അത് എത്രമാത്രം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഡെക്കറേറ്റ് ചെയ്ത് അത്രയും നന്നായിട്ട് ചെയ്യണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ വലിച്ചുകൊണ്ട് പോയി ശക്തി പരിശുദ്ധ കുർബാന തന്നെയാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു, ക്ലിൻ്റെ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ച് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയ ചില കൂട്ടുകാരുണ്ട്, അവരൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ അവരോടൊക്കെ നോ പറയാൻ എന്തോ ഒരു ശക്തി എന്നെ പിടിച്ച് കുലുക്കിയിരുന്നു എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 24 മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥനയിലൊന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കേട്ടുകൊണ്ടിരുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു, ഐ നീഡ് യു, എനിക്ക് നിന്നെ വേണം. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഹോണ്ട് ചെയ്യുന്നൊരു അനുഭവം എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വിട്ടുപിരിയാൻ പറ്റാത്ത വിധത്തിൽ എന്നെ ഇങ്ങനെ ഒരു ഇരുമ്പ് ഇരുമ്പ് കാന്തത്തോട് ഇങ്ങനെ ഒന്നായി ചേർക്കുന്ന പോലെ വലിച്ചുകൊണ്ട് പോവുകയാണ്. നമുക്കത് പറയാൻ കഴിയില്ലാത്ത വിധത്തിൽ ഒരു ശക്തി എൻ്റെ ലൈഫിൽ. അതായിരുന്നു എൻ്റെ ഒരു ഫോർമേഷൻ്റെ അവസാന കാലഘട്ടം വരെ എന്നെ മുന്നോട്ട് നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എത്തിച്ചേരേണ്ടത് ഈ MCBS സഭയിലല്ലാതെ വേറെ സഭയിലും ആയിരുന്നില്ല. കാരണം MCBS സഭയിലാണ് ഈ പരിശുദ്ധ കുർബാനയുടെ ഒരു ശക്തിയും ബലവും അത് ഒരു പ്രഘോഷണ വിഷയമാക്കേണ്ടതൊക്കെ MCBS സഭയിലാണ് എന്ന് ദൈവം കാലങ്ങൾക്ക് മുമ്പ് അറിഞ്ഞ് ദൈവത്തിനോട് എന്നോടൊരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കാതിരുന്നപ്പോഴും അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി എന്ന് മാത്രമേ എനിക്ക് എൻ്റെ ഈ ദൈവവിളിയെക്കുറിച്ച് പറയാനായിട്ട് തോന്നുന്നുള്ളൂ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഞാൻ ഈ ഡീക്കനായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഡൊമിനിക് വളവനാലച്ചൻ്റെ അടുത്ത് അണക്കരയിൽ ഒരു ധ്യാനത്തിന് പോയിരുന്നു. അപ്പോൾ ഈ അണക്കരയിൽ വെച്ച് ഡൊമിനിക് വളവനാലച്ചനെ എനിക്ക് പേഴ്സണലി പരിചയമൊന്നുമില്ല, പക്ഷേ അച്ഛൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഡീക്കനായിരുന്നപ്പോൾ ഡൊമിനിക് വളവനാലച്ചൻ എന്നോട് പറയാം, അച്ഛൻ്റെ വിളി ശരിക്കും വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛനെ കർത്താവ് വെട്ടി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നീട് 2014 ഡിസംബർ 30 എൻ്റെ പട്ടം, അത് അരീക്കമല ദീപഗിരി എന്ന് പറയുന്ന ഇടവകയിൽ വെച്ച് വളരെ ആഘോഷമായിട്ട് പട്ടമൊക്കെ നടന്നു. അപ്പം അന്ന് എൻ്റെ അടുത്ത് നിന്നത് ഇപ്പോഴത്തെ തലശ്ശേരി അതിരൂപതയുടെ പാമ്പ്ളാനി പിതാവാണ് എൻ്റെ കുർബാനയുടെ പിതാവ് എൻ്റെ വികാരിച്ചനും കൂടിയായിരുന്നു. നേരത്തെ ദീപഗിരി പള്ളിയിലെ വികാരിച്ചനും കൂടിയായിരുന്നു.
പിതാവ് മംഗലപുരം സെമിനാരി എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ പിതാവിനെ എനിക്ക് അടുത്തറിയാം. പിതാവ് അന്ന് പട്ടമൊക്കെ കഴിഞ്ഞ് പിതാവിൻ്റെ എൻ്റെ അടുത്ത് കുർബാനയ്ക്ക് ഫസ്റ്റ് മാസത്തിന് പിതാവിൻ്റെ അടുത്ത് കുർബാനയ്ക്ക് നിന്നപ്പം പിതാവ് പട്ടമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം പിതാവിനെ വളരെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ക്ലിൻ്റെ 1 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എത്ര സമയം കിട്ടില്ലെങ്കിലും ഇരിക്കണം, ഇതിൻ്റെ ജീവിതത്തിൽ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അന്ന് അച്ഛനങ്ങ് പോയി. പക്ഷെ അത് പിന്നീട് എനിക്കിത് ഇത്ര വലിയ ശക്തിയാണെന്നോ ഇത്ര വലിയ സംഭവമാണെന്നൊന്നും ഞാനും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ എൻ്റെ മാനുഷികമായിട്ടുള്ള കഴിവ്, ആ സമയത്തൊക്കെ ഞാൻ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇടവകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു, എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കണം. വൊക്കേഷൻ പ്രൊമോട്ടറായിട്ടൊക്കെ ഞാനിങ്ങനെ വീടുകളിലൊക്കെ പോകുമ്പം 2 പ്രാവശ്യമൊക്കെ മുടി ചെയ്യും. ഇന്നത്തെ പോലെ ഒന്നുമല്ല, അന്ന് കുറേ മുടിയൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ സൗന്ദര്യം, എൻ്റെ ഇതിലൂടെയാണ് ആളുകൾ സെമിനാരിലേക്ക് ചേരുന്നത്, ഞാൻ എന്നിലേക്ക് ആകർഷിക്കണം, കത്തെഴുതുന്ന ആളുകളെ ഇങ്ങനെ എന്നിലൂടെ എങ്ങനെ ആളുകളെ പ്രൊമോട്ട് ചെയ്യാം എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. നല്ല വണ്ടി വേണം, അങ്ങനെ എല്ലാ തരത്തിലും ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്താണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ദൈവം എൻ്റെ കൂടെ നടക്കുന്ന അനുഭവം അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദൈവത്തിൽ നകന്നാലും ദൈവം എന്നെ ഇങ്ങനെ ഒരു കാന്തിക ശക്തി ഐ വാസ് ഫീലിംഗ്. ഞാൻ എന്ത് കാര്യം ചെയ്താലും ദൈവം അതിനെ മനോഹരമാക്കി മാറ്റുമായിരുന്നു. എത്ര ബലഹീനതയിൽ ചെയ്യുമ്പോഴും, എത്ര തകർന്ന് തരിപ്പണമായ സമയത്ത് നടത്തുമ്പോഴും ദൈവത്തിൻ്റെ ഒരു ശക്തി എവിടെയോ ഞാനിങ്ങനെ പലപ്പോഴും കാണാൻ ഇടവന്നിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് കുർബാനയുടെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ എന്നെ ദൈവം മോൾഡ് ചെയ്യുന്നത് ശരിക്കും ഞാൻ പരിയാര സെമിനാരിൽ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്തപ്പം ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഒക്കെ ചെയ്തു. അപ്പം എന്നോട് അന്ന് ആ സമയത്ത് ഞാൻ ഡൊമിനിക്കച്ചനടുത്ത് ധ്യാനത്തിന് മുമ്പ് ഡൊമിനിക്കച്ചൻ എന്നോട് പറഞ്ഞു, ക്ലിൻ്റച്ചാ പ്രൊൻഷാളച്ചനൊക്കെ ചോദിക്കും വിദേശത്ത് പോകണോ, പഠിക്കാൻ പോകണോ, അല്ലെ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പം കൃത്യം പ്രൊൻഷാളച്ചൻ ഞങ്ങളുടെ ദൈവവിളിക്കാമ്പൊക്കെ കഴിഞ്ഞ് പ്രൊൻഷാളച്ചനാണ് ദൈവവിളിക്കാമ്പൊക്കെ ഉദ്ഘാടനം ചെയ്ത് പുറത്തേക്ക് വരുമ്പം എന്നോട് പറഞ്ഞു, ക്ലിൻ്റച്ചാ മാറ്റമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങോട്ടാ? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛന് ജർമ്മനിക്ക് പോവാം, അച്ഛന് പുറത്തേക്ക് പോവാം കേട്ടോ, ഒരു കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഡൊമിനിക്കച്ചൻ ആ സമയത്ത് എന്നോട് പറഞ്ഞൊരു മെസ്സേജ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ പ്രൊൻഷാളച്ചനോട് പറഞ്ഞു, പ്രൊൻഷാളച്ച അച്ഛനെടുക്കുന്ന തീരുമാനം എന്താണോ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം, പറ്റിയാൽ പോകാം. പ്രൊൻഷാളച്ചൻ്റെ കോർട്ടിലേക്ക് ഞാൻ പന്ത് തട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടുന്ന് പുള്ളി എന്ത് പറയുന്നു അത് അനുസരിക്കാം. പക്ഷെ എങ്കിലും എൻ്റെ ആഗ്രഹം കിടക്കുന്നത് ജർമ്മനിക്ക് പോയാലും കുഴപ്പമില്ല എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് പ്രൊഫഷണൽസൻ എന്നോട് പറയണം, അച്ഛൻ്റെ അപ്പോയിൻമെൻറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മളൊരു 10-15 പേര്, അതിന് അച്ഛൻ നോക്ക്. അപ്പോൾ അച്ഛൻ ഇവിടെ അടുത്ത് പോർക്കളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കാഞ്ഞങ്ങാട്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് ഞങ്ങൾ ട്രാൻസ്ഫർ തരുവാണ്, അച്ഛൻ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം ഒരു ചെറിയൊരു ആശ്രമം, അവിടെ എന്നെക്കാളും ഉറച്ച ശരീരവും നല്ല മിടുമിടുക്കനായിട്ടുള്ള ഒരു അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ കൂടെ ശരിക്കും കൃഷിപ്പണി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ തെങ്ങിൻ്റെ ചോട് കളയ്ക്കുക, അതുപോലെ ചാണകമൊക്കെ കൊണ്ട് ഇഞ്ചിക്ക് ചുവന്നിടുക, കാട് പറിക്കുക, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ശുശ്രൂഷകൾക്ക് പോകും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ്, അച്ഛൻ നല്ലൊരു അച്ഛനായിരുന്നു, ഈ ബെന്നി പടിയറ എന്ന് പറഞ്ഞ അച്ഛൻ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ മടുത്ത് കഴിയുമ്പോൾ കുറച്ച് സമയം പള്ളിയിലൊക്കെ പോയിരിക്കും. പക്ഷേ ബെന്നി പടിയറ അച്ഛൻ ഒരു ദിവസം അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പണിയൊക്കെ കഴിഞ്ഞൊന്ന് മടുത്ത് കിടക്കുമ്പം ഞാൻ കിടന്ന ഒരു വളരെ ചെറിയ ഹൈറ്റിലുള്ളൊരു കട്ടിലാണ്. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന നിലത്തുനിന്നാണ്. ഞാനിങ്ങനെ കൈ ഇങ്ങനെ കുത്തി എഴുന്നേക്കാൻ വേണ്ടി നോക്കുമ്പം എൻ്റെ കൈക്ക് ഇവിടെ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞാൻ ഈ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ കൈ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കൈക്ക് ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്നെ പള്ളി കുർബാനയ്ക്ക് വന്ന ആളുകൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എക്സ്റേ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ കൈയുടെ സോക്കറ്റ് പൊട്ടിയിട്ടുണ്ട്, കൈയുടെ എല്ലും പൊട്ടിയിട്ടുണ്ട്, എല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുവാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഏതായാലും ഇവിടെ സർജറി ചെയ്യാൻ പറ്റത്തില്ല. ഉടനെ തന്നെ ബെന്നിച്ചൻ്റെ നേതൃത്വത്തിൽ, എൻ്റെ സുപ്പീരിയറച്ചൻ്റെ നേതൃത്വത്തിൽ എന്നെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ എൻ്റെ കൈ സർജറി ചെയ്തു. സർജറി ചെയ്ത് അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു കമ്പി ഇടേണ്ട വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഷോൾഡറിൽ ഇപ്പോഴും ഇവിടെ ഒരു കമ്പി കിടപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് ഡോക്ടർ എന്നോട്, ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ വേണ്ടി ഡിസ്ചാർജ് ആയിരിക്കുമ്പം ഡോക്ടർ മുഹമ്മദ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫാദർ, അച്ഛൻ ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, അച്ഛൻ ഇനി കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി. കാരണം അച്ഛന് വരുന്നത് സ്ട്രോങ് ഫിക്സാണ്, അപസ്മാരമാണ് വരുന്നത്, അച്ഛൻ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു.
ഞാൻ പ്രൊഫഷണൽ ഹൗസിൽ ചെന്നു. പ്രൊഫഷണൽ ഹൗസിൽ ചെന്ന പ്രൊഫഷണലച്ചനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. ഭയങ്കര കെയറൊക്കെ ആയിരുന്നു. എന്നെ നോക്കാൻ വേണ്ടി തന്നെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാസം മുന്നോട്ട് പോയി. ഒരു മാസത്തിനിടയ്ക്ക് ഒരു 500 mg ഒക്കെ ടാബ്ലറ്റാണ് ഞാൻ ഒരു നേരം കഴിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കഴിച്ച് ഞാനിങ്ങനെ കറങ്ങി കിറങ്ങി ഇങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കൽ കൂടി ഫിക്സ് വരുമോ, ഭയങ്കര സ്ട്രോങ് ഫിക്സ്. ഞാൻ കട്ടിലിൽ നിന്നും താഴേക്ക് വീഴുന്നു. എൻ്റെ കൈ വീണ്ടും ഈ കൈ ഷോൾഡർ ഫ്രാക്ചർ ആകുന്നു. അതുപോലെ തന്നെ എല്ല് പൊട്ടുന്നു. ഭയങ്കര മാരകമായിട്ട് സംഭവം ഉണ്ടാകുന്നു. അഗൈൻ സർജറി കഴിഞ്ഞ് പഴയ കൈ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ കൈയും. എന്നോട് പറഞ്ഞു, അച്ഛാ കമ്പി ഇടണം. അപ്പോൾ ഈ കൈയിലും എൻ്റെ ഒരു കമ്പി ഇപ്പം അറ്റ് പ്രസൻ്റ് ഉണ്ട്. 2 കൈയിലും കമ്പിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. ശേഷം പ്രൊഫഷണൽ ഹൗസിൽ വന്ന് റെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇരുട്ടായി. കാരണം ഇനി ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല. ഉറപ്പായിട്ടും തീരും. കാരണം ഇനി ഒന്നെങ്കിൽ കട്ടിലേക്ക് കിടക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. ആ സമയത്ത് ഈ പ്രൊഫഷണലച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛനെ ഞങ്ങൾ ഭരതയിലേക്ക് മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഭരത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രായമായ അച്ഛന്മാരൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടി. കാരണം ഞാൻ പ്രൊഫഷണലച്ചനോട് പറഞ്ഞു, അച്ഛാ എനിക്കതിന് പ്രായമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഫഷണലച്ചൻ പെട്ടെന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം ഈ പ്രൊഫഷണലച്ചൻ്റെ ഡ്രൈവർ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ പേര് ടിൻഡോ എന്നാണ്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ക്ലിൻ്റച്ചാ പ്രൊഫഷണലച്ചൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് ഞാൻ കേട്ടു. അച്ഛൻ ശരിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ? അവൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആളുകളെയൊക്കെ കിടത്തുന്ന കട്ടിലില്ലേ, ചിലപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ വലിച്ചു പൊക്കാൻ കഴിയും, വലിച്ചു താത്താൻ കഴിയും, ഇരുത്താൻ കഴിയും. അങ്ങനെയുള്ളൊരു കട്ടിൽ ഓർഡർ ചെയ്യുന്ന ഞാൻ കേട്ടു. അച്ഛനത് മനസ്സിൽ വെച്ചാൽ മതി, ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വേദനയായി. സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും കൈവിടുവാണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം ഞാൻ രോഗിയായിട്ടൊരു 32 വയസ്സുകാരനായിട്ടുള്ള ഒരാൾ കട്ടിലിൽ കിടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആ സമയത്തൊക്കെ ശരിക്കും ഞാൻ ഇരുട്ടിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവൻ എഴുന്നേറ്റ് നടക്കുന്നു എന്നൊരു കാര്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവൻ സംസാരിക്കുന്നു, അവൻ എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം പോലും എനിക്ക് അത്രയും മരവിച്ച് ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ ശരിക്കും പോയിരുന്നു. ഒരു കാര്യത്തോട് എനിക്കൊരു പോസിറ്റിവിറ്റി ഇല്ല, എല്ലാത്തിലേക്കും നെഗറ്റീവ്. ശരീരമാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ, മനസ്സ് വല്ലാത്തൊരവസ്ഥ, ആത്മാവിൽ കൂരാക്കൂരി ഇരുട്ട്. അങ്ങനെ കിടക്കുമ്പം ഈ ഒരു ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ഈ പരിശുദ്ധ കുർബാന എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് കുർബാന ചെല്ലുന്നത്, അധികം പേരൊന്നുമില്ല. അപ്പം എൻ്റെ അടുത്തൊരു ബ്രദർ നിൽപ്പുണ്ട്, ടോബി എന്ന് പറയുന്നത്. അവൻ്റെ ഈ വർഷം അവൻ്റെ പട്ടമായിരുന്നു. അപ്പം അവൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. സത്യം പറയുകയാണെങ്കിൽ പ്രൊഫഷണലച്ചൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു പക്ഷേ വീണാന്ന് നോക്കിയാക്കണം, ക്ലിൻ്റച്ചനെ നോക്കിയാക്കണം, വീണ് കഴിഞ്ഞാൽ പണിയായി എന്ന് പറഞ്ഞിട്ടുണ്ടാകണം. അപ്പം ഞാൻ ഈ അപ്പം എടുത്തിട്ട് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുവാണ്, കർത്താവേ നീ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഞാൻ എന്നിൽ ആശ്രയിച്ചാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, പക്ഷേ ഞാൻ ഈ അപ്പത്തിന് വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കർത്താവെ നീ എന്നെ ഹീൽ ചെയ്യണം. സുവിശേഷത്തിൽ ഒരു അപസ്മാരക രോഗിയുണ്ട്, അവനും ഇതേപോലെയാണ്, പടച്ച് വീഴുന്ന തീയിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരാളാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നീ ഉണ്ടെങ്കിൽ, നീ എന്നെ ഹീൽ ചെയ്താൽ പിന്നെ നിന്നെക്കുറിച്ച് പറയും. ഏത്? ഈ അപ്പത്തിൽ നീ ഉണ്ട് എന്ന കാര്യം പറയാൻ വേണ്ടി ലോകത്തിൻ്റെ അതിർത്തി വരെ ഞാൻ പൊക്കോളാം. പക്ഷേ കർത്താവേ നീ പ്ലീസ് എന്ന് പറഞ്ഞ് വളരെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ടിരുന്നൊരു സമയം എലവേഷനാണ്. കുർബാന ഇങ്ങനെ എടുത്ത് ഉയർത്തിയിട്ട് ഞാൻ കർത്താവിനോട്, കർത്താവ് നീ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, നീ അന്നൊരു അപസ്മാര രോഗിയെ സൗഖ്യമാക്കിയിട്ടുണ്ടല്ലോ, എന്ന് ഇന്ന് നീ എന്നെ സൗഖ്യമാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാമല്ലോ നീ ഇതിൻ്റെ അകത്തുണ്ടെന്ന്. അങ്ങനെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നില്ലേ, ഈ ലോകത്തിലെ എല്ലാ വലിയ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ആ ചെറിയ തിരുവോസ്തിയിലുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയില്ലെങ്കിലും പക്ഷെ ഇതൊരു സത്യമാണ്. ഏത്? ഈ അപ്പത്തിൽ ഈശോ ഉണ്ട് എന്നത് സത്യം. അതുകൊണ്ട് എൻ്റെ സംഭവിച്ച കാര്യം, ആദ്യം എൻ്റെ ലൈഫിൽ നിന്ന് ഇരുട്ടങ്ങ് പോകാൻ തുടങ്ങി, ഭയങ്കര കൂരാക്കൂരി ഇരുട്ടങ്ങ് പോയി. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഒരു തുറവി കിട്ടി, എൻ്റെ ആത്മാവിൽ നിന്നും ആ ഇരുട്ട് പോയി. മൂന്നാമത്തെ കാര്യം, എൻ്റെ ശരീരം പയ്യെ ഓക്കെ ആകാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇതാണ്, ചിലപ്പോൾ ഞാൻ ഈ പ്രൊഫഷണൽ ഹൗസിലെ ചാപ്പലിലേക്ക് അല്ലെങ്കിൽ ഈ ബലിപീഠത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ എൻ്റെ അടിയിൽ ഇരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ പറയും, കർത്താവേ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് മഴ നനയാൻ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മഴ നനയില്ലേ. ഇപ്പോൾ പിറുപിറുപ്പും ബുദ്ധിമുട്ടും നിരാശയൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും ഒരു സൂര്യൻ ഉദിച്ച് ആ അൾത്താരയിൽ ഇരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ്റെ പ്രകാശം എൻ്റെ ജീവിതത്തിലേക്ക് വരും എന്നൊരു ചിന്തയിൽ ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു. ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുമ്പം എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു വലിയ അഭിഷേകം, എന്തോ ഒരു വലിയ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് പയ്യെ വന്നു എന്നതിൻ്റെ ഉറച്ച അടയാളമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതിൽ എനിക്കൊരു സംശയം. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യ
നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, ആർത്തുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം. ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഈ ചിലപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ സക്രാരി തുറന്നിട്ട് കുസ്തുതി എടുക്കുമ്പോൾ ചെറിയ ഈ നെയ്യുറുമ്പ് പോലുള്ള കുഞ്ഞുറുമ്പുകൾ അതിൽ നടന്നു നീങ്ങുന്ന കാണാം. പിന്നീട് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈ ഉറുമ്പ് പോലെ ആകണം നമ്മൾ. ഇനി കുർബാനയുടെ ഇടയിലൂടെ നമുക്കിങ്ങനെ നടക്കണം. അപ്പം അതിന് ഞാൻ കണ്ടെത്തിയൊരു മാർഗം എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ കുർബാനയായി ജീവിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ നടക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ എങ്ങനെ നമുക്ക് ഈ സത്യത്തെ ലോകത്തോട് വിളിച്ചു പറയാം എന്നുള്ളതാണ് ഞാൻ ശരിക്കും പിന്നീട് എൻ്റെ ലൈഫിൽ അത് ഒരു പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാനായിട്ടൊരു ശ്രമം നടത്തിയത്. അപ്പം അങ്ങനെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പം ഈ കുന്നോത്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു സാർ എന്നെ വിളിച്ചു. സാറ് പറഞ്ഞു, അച്ഛൻ ഒന്ന് ഇവിടെ വരെ വരണം. സാറിൽ ശരിക്കും ടീച്ചറാണ് വിളിച്ചത്. അച്ഛൻ ഒന്ന് ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ സാറ് പറഞ്ഞു, അച്ഛാ ഈ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു അടയാളമാണ്. പന്തക്കസ്തക്കാരെല്ലാം അങ്ങനെ വിശ്വസിക്കും, ശരിക്കും ഒരു അടയാളമാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ ആടുകളുടെ വാതിലാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറഞ്ഞില്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഈശോ പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന്. സാറ് പറഞ്ഞു, അച്ഛാ ഇത് അടയാളമാണ്, ഇതൊരു റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് ചെയ്തൊരു കാര്യം, ഞാൻ എൻ്റെ ലോഹ ഊരിട്ട് സാറിനോട് പറഞ്ഞു, സാറേ എൻ്റെ കൈ കണ്ടോ, എൻ്റെ കൈയുടെ 2 സൈഡിലിട്ടിരിക്കുന്ന കമ്പിയാണ്. ശരിക്കും ഞാൻ ആക്ച്വലി കട്ടിൽ കിടന്നു പോകേണ്ട ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ ഒരു ശക്തിയാണ് എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞത്, സാറേ ഇതൊരു അടയാളമായിരുന്നെങ്കിൽ ഈശോ ഒരിക്കലും ടോർച്ചടിച്ചിട്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമൊന്നും പറഞ്ഞിട്ടില്ല. ഈശോ ഞാൻ മുന്തിരിച്ചെടി ശാഖയാന്ന് പറഞ്ഞ് മുന്തിരിച്ചെടി ശാഖ വെട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ കണ്ടോ, ഇതാ സംഭവം എന്ന് പറഞ്ഞു. പക്ഷെ അവനൊരു കാര്യം ചെയ്തു. അവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഇതെൻ്റെ ശരീരമാണ്. ഇത് കണ്ടോ, ഈ വീഞ്ഞ് എൻ്റെ രക്തമാണ്, ഈ പാനപാത്രം എൻ്റെ രക്തമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈശോ ഒറ്റ കാര്യം എടുത്തിട്ട് പറഞ്ഞു, അപ്പം എടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ്. വീഞ്ഞ് പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാണ്. അപ്പൊ ഈശോ ഇൻറ്റൻറ്റ് ചെയ്തത് ഒരടയാളമായിട്ടല്ല, മറിച്ചൊരു റിയാലിറ്റി ആയിട്ടാണ്. അത് അങ്ങനെ തന്നെയാണ് താനും. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. തലശ്ശേരി അതിരൂപതയിലെ ഒരു പള്ളിയിൽ ഞാനിങ്ങനെ കുർബാനയുടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പം അവിടെ കുർബാന സ്വീകരിക്കാൻ വന്നൊരു ചേട്ടനെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. പുള്ളി കുർബാന സ്വീകരിക്കാൻ എല്ലാവരും മുട്ടുകുത്തി കരങ്ങളിൽ കുർബാന സ്വീകരിക്കുമ്പം പുള്ളി മുട്ടുകുത്തി നിന്ന് നിലം ചുംബിച്ച് നാവിൽ കുർബാന സ്വീകരിച്ച് വീണ്ടും നിലം ചുംബിച്ച് പുള്ളി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫ് വന്ന് ഇതുപോലെ മുട്ടുകുത്തി നിന്നു, നിലം ചുംബിച്ചു, നാവിൽ കുർബാന സ്വീകരിച്ച് വീണ്ടും ഇതേ സംബോധന ചെയ്ത് പുള്ളി കരുത്തി അങ്ങ് പോയി. ഞാനിങ്ങനെ, പുള്ളി പക്ഷേ നല്ല വെൽ ഡ്രസ്ഡ് ആണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ എന്താണ് ചേട്ടനെ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം? അപ്പോൾ ചേട്ടൻ പറയാം, അച്ഛാ എനിക്കൊരു 5 മിനിറ്റ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മയക്കാൻ ചേട്ടനെ കൊടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാനൊരു ഇതര മതവിശ്വാസിയാണ്, ഞാൻ കത്തോലിക്കനൊന്നും ആയിരുന്നില്ല, പക്ഷേ എൻ്റെ ലൈഫിലൊരു ക്രൈസിസ് ഉണ്ടായി. ഭയങ്കരമായിട്ടുള്ള ചുട്ടുപഴുത്ത വേദനയിലൂടെ പോകുമ്പം ദൈവത്തിനല്ലാതെ വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ഈ ലോകത്തിൽ ദൈവം ഉണ്ടോ, ദൈവം എന്ന് പറയുന്നൊരു കെട്ടുകഥയാണോ എന്നതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. കിട്ടാവുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് മുഴുവൻ ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ലോകത്തിൽ നടന്ന യൂക്രിസ്റ്റിക് മിറക്കിളിനെ കുറിച്ച് അതിലെന്തെങ്കിലും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ലോകത്തിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ
അത് പരിശുദ്ധ കുർബാനയിലാണ് എന്ന സത്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അച്ഛാ, ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാണെങ്കിൽ ഇങ്ങനെ സ്വീകരിക്കൂ, മുട്ടുകുത്തി നിന്നേ ഞാൻ കുർബാന സ്വീകരിക്കും. ഞാൻ ചോദിച്ചു, ചേട്ടാ അച്ഛന്മാരൊക്കെ ഇങ്ങനെ കുർബാന തരുമോ? പറഞ്ഞു, ചിലതൊക്കെ എന്നോട് ഇങ്ങനെ സ്വീകരിക്കേണ്ട, കൈ സ്വീകരിച്ചാൽ മതി എന്നൊക്കെ പറയും. ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്. പാലക്കാട് ഞാൻ 22 കിലോമീറ്റർ രാവിലെ തണുത്ത് മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഞാൻ ബൈക്ക് ഓടിച്ചു പോവച്ചാ മുട്ടുകുത്തി നിന്ന് കുർബാന സ്വീകരിക്കാൻ, നാവിൽ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പോകും എന്ന് പറഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യം, എനിക്ക് ഡൊമിനിക് സാവിയോടെ വിശുദ്ധിയൊന്നുമില്ല. കാരണം ഡൊമിനിക് സാവിയോ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന കണ്ടപ്പം എവിടെയാണെന്ന് വെച്ചാൽ ചെളിയുണ്ടോ അവിടെ മുട്ടുകുത്തി നിന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞ ഒരു സൈനികന് ഈ ഡൊമിനിക് സാവിയോ കയ്യിലിരുന്നൊരു വെള്ള തൂവാല വിരിച്ച് മുമ്പിലിട്ടപ്പോൾ ആ സൈനികൻ അതിൻ്റെ മുകളിൽ മുട്ടുകുത്തി എന്ന് പറയും. അപ്പം അത്രയും വിശുദ്ധി എനിക്കില്ല. രണ്ടാമത് ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇതാണ്, മാലാക സ്വർഗം വിശുദ്ധ കുർബാന കൊടുത്ത് ഫ്രാൻസിസ് ജസീന്ത ലൂസി ഈ പിള്ളേർ ഫാത്തിമ ദർശനത്തിൽ നാവിലാണ് ഈ പിള്ളേർക്ക് മാലാക വിശുദ്ധ കുർബാന കൊടുത്തത്. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് മരിച്ച എമിൽഡ ലംബർത്തിനി ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥയാണല്ലോ. അപ്പോൾ എമിൽഡ ലംബർത്തിനി കുർബാന സഭ കൊടുത്തില്ല, പ്രായമായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം ഈ എമിൽഡ ലംബർത്തിനിയുടെ നാവിലാണ് പരിശുദ്ധ കുർബാന ശരീരം രക്തമായിട്ട് കാണപ്പെട്ടത്. പിന്നെ മനുഷ്യൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വളരെ വ്യക്തിപരമായിട്ടുള്ളതായിരിക്കാം, പക്ഷെ എങ്കിലും അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. പുള്ളി പറഞ്ഞ കാര്യം ഇതാണ്, ഈ കഞ്ചിക്കോട് റാണിച്ചേച്ചിയുടെ നാവിലല്ല അച്ഛാ ശരീരവും രക്തമായിട്ട് മാറിയത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ജോവാനോ കിം, കൊറിയയിലെ ജോവാനോ കിം എന്ന് പറഞ്ഞ ചേച്ചിയുടെ നാവിലല്ല ശരീരവും രക്തമായിട്ട് മാറിയത്. അതുകൊണ്ട് ചേട്ടൻ പറയാം, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരു കയറ്റുവാവ് ഇരിക്കുന്ന പോലും അഭിഷേകമാണ്. കാരണം അത് ഈശോയ്ക്ക് വേണ്ടി നേരിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുവാണെങ്കിൽ, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നീ നിന്റെ നഖം വെട്ടുന്നത് പോലും ഡിറക്റ്റാണ്, ദൈവമായിട്ട് ഡിറക്റ്റാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടി നീ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും ആദരവും നമുക്ക് കൊടുക്കാൻ കഴിയണം എന്ന് എന്നെ ഒരുപാട് പഠിപ്പിച്ചൊരു മനുഷ്യനായിരുന്നു അത്. അപ്പോൾ ഇതൊരു സത്യമാണ് എന്നുള്ളതിൽ എനിക്കൊരു താരതമ്യം പോലും ഒരു വിശ്വാസക്കുറവില്ല. അതുകൊണ്ട് ഞാനിപ്പം പരിശ്രമിക്കുന്നൊരു കാര്യം ഈ ഒരു സത്യത്തെ എങ്ങനെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, യൂക്രിസ്റ്റ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ്. ഇപ്പം എനിക്കൊരു വ്യക്തിയോടെ എനിക്ക് സംസാരിക്കാൻ കഴിയും, എനിക്കൊരു വ്യക്തിയുടെ അടുത്ത് ഇരിക്കാൻ കഴിയും. അപ്പോൾ ഈ വ്യക്തിയെ നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ഞാനിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് എത്ര പ്രബന്ധം എഴുതിയാലും അത് ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ വ്യക്തിയുടെ അടുത്തിരിക്കണം, ആ വ്യക്തിയുമായി ടൈം സ്പെൻഡ് ചെയ്യണം, ആ വ്യക്തിയുടെ കൂടെ ഇരിക്കണം, ആ വ്യക്തിയോട് ചേർന്ന് നടക്കണം. അപ്പോഴാണ് വ്യക്തിയുടെ അന്തരംഗങ്ങൾ തുറക്കപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുകയാണ്, ഈ ഒരു സത്യത്തെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. പുസ്തകങ്ങളിലൂടെയാണ് അങ്ങനെ, ക്ലാസ്സുകളിലൂടെയാണ് അങ്ങനെ, വീഡിയോ പ്രസൻറ്റേഷനിലൂടെയാണ് അങ്ങനെ, ആദുർബാന സ്വീകരിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയാണ് അങ്ങനെ, സ്ട്രീറ്റിൽ അലയുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് അങ്ങനെ എത്തിക്കണം എന്നൊരു അഭിഷേകം കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് തന്നു ഈ ഒരു അവസ്ഥയിലൂടെ എന്ന് ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുകയാണ്, യാചിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി കത്താൻ പോകുന്നൊരു തീ, അത് പരിശുദ്ധ കുർബാനയുടെ ഒരു അഭിഷേകത്തിൻ്റെ തീ സഭയിൽ കത്തണം. അതിലൂടെ വലിയൊരു മാനസാന്തരവും വലിയൊരു തുറവിയും സഭയിലേക്ക് വരും എന്നത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഏക പരിഹാരം, ഒരേ ഒരു പരിഹാരം, അത് പരിശുദ്ധ കുർബാനയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യമില്ലേ, ഈ ലോകത്തിലെ എല്ലാ വലിയ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ആ ചെറിയ തിരുവോസ്തിയിലുണ്ട്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.